അസ്സാം വലൈക്കും വറഹമത്തുള്ള. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ല. ഈ മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുക എന്നുള്ളത് വളരെ വലിയൊരു പുണ്യകർമ്മമാണ്. അവരെ വിഷമിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു മഹാപാപമാണ്. അക്ബറുൽ കബായറാണ്, ഏറ്റവും വലിയ മഹാപാപമാണ്. നമ്മുടെ ജീവിതത്തിന് ധാരാളം അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കുന്ന, ആയുസ് നീട്ടിക്കിട്ടുന്ന, അള്ളാഹുവിനെടുക്കുന്ന റിസ്ക് ലഭിക്കുന്ന, അള്ളാഹിൻ്റെ തൃപ്തി ലഭിക്കുന്ന വളരെ വലിയൊരു പുണ്യകർമ്മമാണ് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക എന്ന് പറഞ്ഞാൽ. സാധാരണഗതിയിൽ മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുന്നതിൻ്റെ മൂന്ന് ഘട്ടങ്ങളുണ്ട്. അത് മൂന്ന് രൂപത്തിലാണ്. ആദ്യ ഘട്ടം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ കുട്ടികളാകുന്ന സമയത്ത് നമ്മുടെ മാതാപിതാക്കളോട് നന്മ ചെയ്യുക എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് അവരെ അനുസരിക്കുക എന്നുള്ളതാണ്. അതായത് മക്കളുടെ കാര്യത്തിൽ വളരെ വലിയ ആശങ്കകളുണ്ടാവും മാതാപിതാക്കൾക്ക്. അതുകൊണ്ട് അവർ എല്ലാ സമയത്തും നമ്മളെ ഉപദേശിച്ചും നമ്മളെ നിയന്ത്രിച്ചും നമ്മളോട് പലപ്പോഴും നമ്മുടെ ഇഷ്ടങ്ങൾക്കെതിരെ നിന്നും നമ്മളെ ശാസിച്ചും നമ്മളെ ശിക്ഷിച്ചും ഒക്കെ കൂടെ ഉണ്ടാവും. അപ്പോൾ അത്തരമൊരു സന്ദർഭത്തിൽ അതിനോടെല്ലാം മാന്യമായി പ്രതികരിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ആ ചെറുപ്രായത്തിലുള്ള മാതാപിതാക്കളുടെ സമീപമുള്ള ഏറ്റവും വലിയ വിജയം. എത്ര തന്നെ പ്രകോപിപ്പിച്ചാലും അവരോട് തിരിച്ചൊന്നും പറയാതെ അതെല്ലാം സഹിച്ചും ക്ഷമിച്ചും അവർ എൻ്റെ ഗുണത്തിന് വേണ്ടിയാണെന്ന് മനസ്സിലാക്കി അനുസരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുന്നവരാണ്. ഒരുപക്ഷെ നമ്മളൊക്കെ നമ്മുടെ കുട്ടിക്കാലങ്ങളിൽ ഭയങ്കരമായ ത്യാഗങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കും. ആ ത്യാഗങ്ങളൊക്കെ എന്താണെന്ന് വെച്ചാൽ, നമുക്കിഷ്ടമില്ലാത്ത പല ജോലികളും പല കഠിനാധ്വാനങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ടായിരിക്കുക. എന്തായിരിക്കും അതൊന്നും അതിൻ്റെ ഒരു ഗുണമോ ഫലമോ ആലോചിച്ചിട്ടല്ല, മറിച്ച് മാതാപിതാക്കൾ പറയുന്നത് അനുസരിക്കണം എന്നൊരു തത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും. ഈ സമീപനമാണ് യഥാർത്ഥത്തിൽ ചെറുപ്രായങ്ങളിൽ മാതാപിതാക്കളോട് അനുസരിക്കുക, അവർക്ക് പുണ്യം ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ പ്രധാനമായി വരുന്നത്. രണ്ടാമത്തൊരു ഘട്ടം എന്ന് പറഞ്ഞാൽ നമ്മളുടെ യുവത്വത്തിൻ്റെ ഘട്ടത്തിലാണ്. അതായത് നമ്മൾ വിവാഹിതരാവുകയാണ്. അപ്പോൾ ഒരു വിവാഹിതരാവുന്ന ഒരു സമയം വരുമ്പോൾ സ്വാഭാവികമായും മാതാപിതാക്കൾ ഒരു വിഷയം തന്നെയാണ്. പ്രത്യേകിച്ച് ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാര്യ വരുമ്പോൾ ആ ഭാര്യയെയും ഉമ്മയെയും ഒക്കെ ഒന്നിച്ചു കൊണ്ടുപോകാനും ഉമ്മയെ പിണക്കാതിരിക്കാനും വാപ്പയും ഉമ്മയൊക്കെ സഹകരിപ്പിച്ച് കൊണ്ടുപോവുക, അതോടൊപ്പം ഭാര്യയുടെ അവകാശങ്ങളെയും ഭാര്യയോടുള്ള കടമകളെയും നിർവഹിച്ച് പോവുക എന്നുള്ളത് വളരെയധികം പ്രയാസകരമായൊരു കാര്യമാണ്. അത്തരമൊരു സന്ദർഭത്തിൽ വളരെ യുക്തിപരമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് ഒരിക്കലും മാതാപിതാക്കളെ പിണക്കാതെ നീ കല്യാണം കഴിച്ച് അപ്പോൾ എനിക്ക് ഞങ്ങളൊന്നും വേണ്ട എന്ന് പറയിപ്പിക്കുന്നൊരവസ്ഥ ഉണ്ടാവാതെ വളരെ ബുദ്ധിപരമായി അതിനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകേണ്ടത് വളരെ പ്രധാനം. പലപ്പോഴും ചെറുപ്പകാലങ്ങളിലൊക്കെ അങ്ങേയറ്റം മാതാപിതാക്കളുമായി ബന്ധം പുലർത്തി അവരുടെ തൃപ്തി കരസ്ഥമാക്കിയിരുന്ന പല ആളുകളും വിവാഹത്തിന് ശേഷം മാതാപിതാക്കളോട് ഏറ്റുമുട്ടുകയും പ്രശ്നമുണ്ടാവുകയും വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും പിണങ്ങുകയും വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെടുകയൊക്കെ ചെയ്യുന്ന ദാരുണമായ സംഭവങ്ങളുണ്ടാകും. അത് വളരെയധികം ശ്രദ്ധിച്ച് അത് വളരെ പ്രയാസകരമല്ലാത്ത രൂപത്തിൽ അത് മാനേജ് ചെയ്ത് പോകാൻ ആ സമയത്ത് സാധിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ അടുത്ത ഘട്ടം എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ, മാതാപിതാക്കൾക്ക് സ്വന്തമായി കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയാതെ അവർ സഹായിച്ച് പരിചരിച്ച് പിന്തുണച്ച് കൂടെ നിൽക്കേണ്ട സമയം വരികയാണെങ്കിൽ, അവർക്ക് ഭക്ഷണം കൊടുക്കാനും അവരുടെ ചികിത്സിക്കാനും എല്ലാറ്റിനും നമ്മൾ കൂടെ വേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുക. അത് വളരെ അധികം ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണത്. കാരണം പൊതുവേ എന്താ വെച്ചാൽ മാതാപിതാക്കൾ എപ്പോഴും അസംതൃപ്തരായിരിക്കും. എന്ത് ചെയ്തു കൊടുത്താലും അവർക്ക് പോരാ എന്ന് തോന്നുന്ന അവസ്ഥ. നമ്മൾ തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് അവിടെ കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്ന ഒരു ജീവിത സാഹചര്യം. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളും അവരുടെ വിഷയങ്ങളിൽ കേന്ദ്രീകരിക്കപ്പെടേണ്ടുന്ന ഒരു സാഹചര്യം നമുക്കുണ്ടാവുക. നമ്മുടെ എല്ലാവിധത്തിലുള്ള ഇഷ്ടങ്ങളെയും താല്പര്യങ്ങളെയും നമ്മൾ മാറ്റിവെക്കേണ്ടി വരിക. ഇങ്ങനെ മാതാപിതാക്കളെ പരിചരിക്കേണ്ട വാർദ്ധക്യത്തിൻ്റെ ഒരവസ്ഥ ഉണ്ടായിരിക്കും. അപ്പോഴും വലിയ ത്യാഗമാണ് നമ്മൾ ചെയ്യുന്നത്, അതിന് വലിയ പ്രതിഫലമാണ് നമുക്ക് ലഭിക്കുന്നത്. യുദ്ധസമാനമായ ജിഹാദിന് സമാനമായ പ്രതിഫലം ലഭിക്കുമെന്ന നിലക്ക് ആ ത്യാഗങ്ങളെ മനംമടുപ്പില്ലാതെ മനസ്സിന് വെറുപ്പില്ലാതെ ഏറ്റെടുക്കാൻ കഴിയുക എന്നുള്ളതാണ് ആ സന്ദർഭത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇങ്ങനെ നമുക്ക് ഏത് ഘട്ടങ്ങളിലാണെങ്കിലും മാതാപിതാക്കളെ മാന്യമായി പരിചരിക്കാനും അവർക്ക് പുണ്യം ചെയ്യാനും നമുക്ക് സാധിക്കുന്നുവെങ്കിൽ അത് ജീവിതത്തിൽ വലിയ നേട്ടമായിരിക്കും. സത്യത്തിൽ പിന്നെ ആരോ പറഞ്ഞതൊരു വലിയ വാചകമാണ്. നമ്മളൊരു കഥയുണ്ടാക്കുന്നു, നമ്മളൊരു കഥ എഴുതുന്നു, അത് നമ്മുടെ മക്കൾ എന്ത് ചെയ്യുന്നു,
റിപ്പോർട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ വായിക്കുന്നു എന്നാണ്. അതെന്താ കഥ എഴുതാ പറഞ്ഞാൽ ഒരു മാതാപിതാക്കളെ എങ്ങനെ പരിചരിക്കണം എന്നതിൻ്റെ ശരിയായ ഒരു മാതൃക നമ്മൾ നമ്മുടെ മാതാപിതാക്കളെ പരിചരിച്ച് സൃഷ്ടിക്കുകയാണ്. അത് നമ്മുടെ മക്കൾ കാണുകയാണ്. എന്നിട്ട് മക്കൾ അത് നടപ്പിലാക്കും. അതായത് നമ്മൾ നമ്മുടെ മാതാപിതാക്കളെ എങ്ങനെ പരിചരിച്ചോ അതെല്ലാം കണ്ടവർ നമ്മുടെ അടുത്തിരുന്നും വർത്തമാനം പറഞ്ഞു നമുക്കെല്ലാം ചെയ്തു തന്ന് അവരെന്ത് ചെയ്യും, നമ്മളെ കൂടെ നിൽക്കും. അതന്നെയാണ് നമ്മളെയും നമ്മുടെ മക്കൾ ചെയ്യുക എന്നത് നമ്മൾ എന്ത് ചെയ്യണം, തിരിച്ചറിയണം എന്നാണ്. നമ്മൾ ചെയ്യുന്നത് നമുക്ക് തിരിച്ച് കിട്ടുന്നതാണ്, ഇവിടെ തന്നെ തിരിച്ച് കിട്ടുന്നതാണ് ആ ബന്ധം എന്ന് നമ്മൾ തിരിച്ചറിയണം. പരമാവധി നമ്മളെ കൊണ്ട് കഴിയാവുന്ന അത്ര ഈ കാര്യങ്ങൾ ശ്രദ്ധ പുലർത്താൻ അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ.